ഇവിടെ ഒന്നുണ്ട് കേട്ടോ, സോറി. അപ്പൊ 1 കിലോമീറ്റർ ദൂരം ഓടാൻ എക്ക് 3 മിനിറ്റ് 10 സെക്കൻഡ്. അതായത് എക്ക് എന്താണ് 3 മിനിറ്റ് + 10 സെക്കൻഡ്. 3 മിനിറ്റ് എന്ന് പറയുമ്പോൾ 150 സെക്കൻഡ്. 150 + 10 190 സെക്കൻഡ് ആണ് എക്ക് വേണ്ടി വരിക. ബിക്ക് എന്താണ്, ബിക്ക് 3 മിനിറ്റ് 20 സെക്കൻഡ്, അതായത് 200 സെക്കൻഡും ആണ് വേണ്ടത്. എങ്കിൽ മത്സരം അവസാനിക്കുമ്പോൾ ബി എത്ര മീറ്റർ പിന്നിലായിരിക്കും? എന്തായാലും എ ആണ് ആദ്യം മത്സരം തീർക്കുക. എ ആണല്ലോ ഫസ്റ്റ് എത്തുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ മത്സരം തീർക്കുമ്പോൾ ബി എത്ര മീറ്റർ പിന്നിലായിരിക്കും, അല്ലെങ്കിൽ ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് എത്ര മീറ്റർ പിന്നിലായിരിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പം ബിന്റെ ഇപ്പോഴത്തെ സ്പീഡ് എന്താണെന്നുള്ളത്, അതായത് സ്പീഡ് നമുക്കറിയാം എന്താണ്, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് 1 കിലോമീറ്റർ ആണ്. 1 കിലോമീറ്റർ എന്ന് പറയുമ്പം 1000 മീറ്റർ ആണ്. ടൈം എന്ന് പറയുന്നത് 200 സെക്കൻഡ് ആണ്. ഈ പൂജ്യം കട്ട് ചെയ്ത് 10/2 5 മീറ്റർ/സെക്കൻഡ് ആയിരിക്കും ഉണ്ടാവുക ബിന്റെ സ്പീഡ് ഉണ്ടാവുക. അപ്പൊ അത് കിട്ടി. ഇനി നമ്മൾ അറിഞ്ഞു വെക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന എയും ബിയും തമ്മിലുള്ള ടൈമിന്റെ ആ ഒരു ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോൾ ആ ടൈമിന്റെ ഒരു ഡിഫറൻസ് എന്താന്നുള്ളത്, അതായത് 190 200 എത്താണ്. അതായത് എന്താണ്, 10 സെക്കൻഡ് ആയിരിക്കും എന്താണ് ബിയും എയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്. അപ്പം എന്താണ്, എങ്കിൽ മത്സരം അവസാനിക്കുമ്പോൾ ബി എത്ര മീറ്റർ പിന്നിലായിരിക്കും എന്നുള്ളതാണ്. എത്ര മീറ്റർ പിന്നിലായിരിക്കും, അതായത് ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന ബിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 5 ഇൻറ്റു എന്തായിരിക്കും, ഈ തമ്മിലുള്ള ഡിഫറൻസ് 10. എത്രയാണ്, 50 മീറ്റർ ആയിരിക്കും വരിക. 50 മീറ്റർ പിന്നിലായിരിക്കും ബി. ഓപ്ഷൻ ഡി ആണ് വരിക. ഇങ്ങനെയാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. സോ ബൈ.